ഇറാഷണൽ നമ്പേഴ്സ്, അഭിന്നക സംഖ്യകൾ, ആ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അത് നമ്മൾ കൂട്ടാൻ പഠിച്ചു, കുറയ്ക്കാൻ പഠിച്ചു, ഗുണിക്കാൻ പഠിച്ചു. ഇനി ഹരിക്കാൻ പഠിക്കണം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പരിപാടിയൊക്കെ ഓർത്തിരിക്കാനുണ്ടോ? രണ്ടെണ്ണം കൂട്ടുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പോൾ √5ഉം √3യും കൂടി നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ 2√3 + 5√3, അതായത് റൂട്ടുകൾ സെയിം ആണെങ്കിൽ നമുക്ക് കൂട്ടാം. അപ്പോൾ എത്ര വന്നു? ഇവിടെ 2√3 കിടപ്പുണ്ട്, ഇവിടെ 5√3 കിടപ്പുണ്ട്. അപ്പോൾ മൊത്തം എത്ര √3? 7√3. അതുപോലെ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് കുറയ്ക്കാനും പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 8√2 - 3√2, അതായത് ഇവിടെ 8√2കളുണ്ട്, അവിടുന്ന് 3√2കൾ എടുത്ത് മാറ്റണം. അപ്പോൾ ബാക്കി എത്ര √2കൾ? 5√2കൾ. മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ √5ഉം √3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഒറ്റ റൂട്ടാക്കണം, എന്നിട്ട് അതിൻ്റെ അകത്ത് 5ഉം 3ഉം കൂടി അങ്ങോട്ട് വിളിച്ചോളണം. അപ്പോൾ എത്ര കിട്ടും? √15. ഇനിയാണ് ഡിവിഷൻ, ഹരണത്തിലേക്ക് കിടക്കുന്നത്. 2, അതായത് 2 ഇറാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗുണനത്തിൽ ചെയ്യുന്ന പോലെ ഇത് ഒറ്റ റൂട്ടാക്കി നമ്മൾ ഇവിടെയും ഇത് ഒറ്റ റൂട്ടാക്കും. എന്നിട്ട് ഈ 3/2 അങ്ങോട്ട് ഒരുമിച്ച് എഴുതും. കേട്ടല്ലോ? ഇത്രേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ √18/√2. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് നോക്കിയടാ, ഈ റൂട്ട് അങ്ങോട്ട് ഒരുമിച്ചാക്കണം. എന്നിട്ട് ഇതെങ്ങനെ എഴുതും? 18/2 അങ്ങോട്ട് ഒരുമിച്ച് എഴുതും. ഇത് നമുക്ക് ചെയ്യാമല്ല. റൂട്ടിൻ്റെ അകത്ത് 18നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടൂടാ? 9. √9 എത്രയാണ്? 9 എന്തിൻ്റെ സ്ക്വയർ ആണെന്ന് നോക്കിയാൽ മതി. എടാ 3ന്റെ സ്ക്വയർ അല്ലേ 9. അപ്പോൾ 9ന്റെ റൂട്ട് എത്രയാണ്? 3. അപ്പോൾ ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് √x-നെ √y കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റി എങ്ങനെ എഴുതാം? ഒറ്റ റൂട്ടാക്കി x-നെ y കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ഡിവിഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇമ്പോർട്ടൻ്റ് അല്ലടാ? വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോടാ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ചോടാ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി, ഒറ്റ റൂട്ടായിക്കോളാം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, റൂട്ടിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഇത് ഒറ്റ റൂട്ടായി പോയല്ലോ. റൂട്ടിൻ്റെ അകത്ത് 72/√2 ഇങ്ങനെ ഡിവിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മാറ്റി ഒറ്റ റൂട്ടാക്കണം. 72/2 എന്നാക്കണം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? റൂട്ട് എത്ര വന്നു? 72നെ 2 കൊണ്ട് ഹരിച്ചോളണം. 72നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 36 എന്നാണ് ആൻസർ വരുന്നത്. √36 എത്രയാണ്? 6ന്റെ സ്ക്വയർ ആണ് 36. അപ്പോൾ 36ന്റെ റൂട്ട് എത്രയാണ്? 6. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഒറ്റ റൂട്ടാക്കിക്കോളണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടല്ലോ? വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം, എടാ ഇത് ഇങ്ങനെ ഡിവിഷൻ തരാതെ ഇത് ഇങ്ങനെ തന്നാലും ഇതുപോലെ തന്നെ ചെയ്തോളണം. അതായത് നോക്കിയോ, √50/√2 ഇങ്ങനെ ചോദ്യം വന്നാലും എന്ത് ചെയ്യണം? നമ്മളിത് ഈ രീതിയിൽ മാറ്റണം. ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ല, √50/√2 എന്ന് എഴുതാം. ഇങ്ങനെ 2 റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ റൂട്ടാക്കി 50/2 എന്ന് എഴുതാം. 50/2 എത്രയാണെന്ന് നമുക്കറിയാം? 25. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ 25ന്റെ റൂട്ട് എത്രയാണ്? 5. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും എളുപ്പമുള്ള കാര്യം. അപ്പോൾ എന്താണ്? 2 റൂട്ടുകൾ ഡിവൈഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ഒറ്റ റൂട്ടാക്കിക്കോളണം. എന്നിട്ട് അതങ്ങോട്ട് എഴുതിക്കോളണം. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലടാ? ഭയങ്കര എളുപ്പം. അപ്പോൾ ഇതാണ് ഡിവിഷൻ. അപ്പോൾ ഇനി ബാക്കി അടുത്ത വീഡിയോ.